ഹലോ ഹായ്, എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് മാരിനേഷനാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ഇങ്ങനെ സ്ട്രിപ്സ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാരിനേഷൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, 1 ടേബിൾ സ്പൂൺ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ. അടുത്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് യോഗേർട്ടാണ്, പുളിപ്പില്ലാത്ത യോഗേർട്ട് 3 ടേബിൾ സ്പൂൺ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി വേണ്ടത് ഉപ്പാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഒരുമിച്ച് നല്ലപോലെ യോജിപ്പിച്ച് വയ്ക്കാം. ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാരിനേഷൻ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. മാരിനേഷൻ സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഇതുപോലൊരു കടായി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ബട്ടർ ചിക്കൻ ആണല്ലോ, നമ്മൾ ബട്ടർ വെച്ചാണിത് കുക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം ഇപ്പോൾ ബട്ടർ മാത്രം വേണ്ടെന്നുള്ളവർക്ക് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ബട്ടർ വെച്ച് കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ മെൽറ്റായി അതിലേക്ക് 3 കാടമവും 3 ക്ലോവ്സും കൂടെ ആഡ് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള, വലിയ 2 സവാള ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് ചേർത്ത് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ സോട്ടായിട്ടുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ബ്രൗണിഷ് കളറിലോട്ട് ടേൺ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 മുതൽ 4 വരെ ഗാർലിക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഗാർലിക് ചെറിയ അല്ലികളാണെങ്കിൽ ഒരു 5 എണ്ണം വരെ ചേർക്കാം. വലിയ അല്ലികളാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്താൽ മതിയാവും. ഗാർലിക് കൂടെ ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ച ചുവ മാറാനായിട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 വലിയ ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് രണ്ടുമാണ് ഇതിൽ വേണ്ട മസാലകൾ. ഇത് ചേർത്തൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 15 മുതൽ 20 വരെ കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്യാം. അതും ഇതിലിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഈ ടൈമിൽ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു ബ്ലെൻഡറിൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആ കടായി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ.
നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയതിനു ശേഷം ബാക്കി പകുതി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടറിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം ബട്ടറിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അതായത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നതിന് പകരം 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ടറിൽ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാനിവിടെ ബട്ടർ തന്നെ യൂസ് ചെയ്തത്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സൈഡ് ഫ്രൈ ചെയ്ത് കിട്ടി. ഇനി അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് 3 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 3 മിനിറ്റ് വീതം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്ത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഞാനിവിടെ ആ ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തു. അത് ഇതിലേക്ക് ചേർക്കുകയാണ്. അരച്ച പേസ്റ്റ് ഇതാ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ചിങ്ങനെ ചേർക്കാം. എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവാണോ കൂടുതൽ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിലായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കേണ്ടതുണ്ട്. ബട്ടർ ചിക്കൻ ഒരു ചെറിയ മധുരമുള്ള കറിയാണല്ലോ. അപ്പം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ 2 ടീസ്പൂണാണ് ഇവിടെ ചേർത്തത്. പിന്നെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കസൂരി മേത്തി ഇങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഒരു ഭംഗിക്കാണേ. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.